അന്നും ഇന്നും പ്രവാസികൾ തന്നെ ബലിയാടാകുന്ന ദയനീയ കാഴ്ച. ഇത് കാണുമ്പോൾ ഒരു സുഹൃത്ത് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അദാനിക്ക് കടലിൽ കല്ലിടാൻ കൊടുത്താൽ വിമാനത്താവളത്തിലേക്ക് കടൽ കയറി വരുമെന്ന് പണ്ടേ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ വിമാനത്താവളത്തിനകത്തേക്ക് കയറാൻ യാത്രക്കാർക്ക് പാസ്പോർട്ടും പോക്കറ്റിലിട്ട് കടൽക്കരയിലൂടെ പെട്ടിയും തൂക്കി നടക്കേണ്ട അവസ്ഥ വരെ എത്തി നിൽക്കുന്നു. കാത്തിരുന്നു കാണണം കൂടുതൽ വിളയാട്ടുകൾ. അതെ, ആ അവസ്ഥ തന്നെ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിമാനത്താവളത്തിലേക്കുള്ള ശംഖുമുഖം തീരദേശ റോഡ് കടലേറ്റത്തിൽ തകർന്നു. എന്നാൽ മാസങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതം പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് പോകാൻ മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ യാത്രക്കാർ. റോഡ് തകർന്നതും ഗതാഗതം നിരോധിച്ചതും അറിയാതെ ദൂരെ നിന്ന് വരുന്നവർ റോഡ് തകർന്ന ഭാഗത്ത് കാർ നിർത്തി പെട്ടികളും ബാഗുകളും തലയിൽ ചുമന്ന് വിമാനത്താവളത്തിലേക്ക് നടന്നു പോകേണ്ട അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ മേയിൽ കടലാക്രമണത്തിൽ ശംഖുമുഖം തീരവും റോഡും തകർന്നപ്പോൾ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും ആന്റണി രാജുവും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു. തീരത്തെ വീടുകൾ സംരക്ഷിക്കാൻ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുമെന്ന് തീരദേശ റോഡ് ഉടൻ വീണ്ടെടുക്കുമെന്നും മന്ത്രിമാർ പ്രഖ്യാപിച്ചെങ്കിലും കടലാക്രമണം തുടർന്നതോടെ നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. 50 മീറ്റർ നീളത്തിലും 18 മീറ്റർ വീതിയിലുമാണ് റോഡ് കടലേറ്റതിൽ ഒലിച്ചുപോയത്. ഭിത്തി നിർമ്മാണത്തിന് 6 കോടി രൂപയും റോഡ് നിർമ്മാണത്തിന് 1 കോടി രൂപയും ഇതിനോടകം തന്നെ അനുവദിച്ചിട്ടുണ്ട്. പൂന്തുറ മുതൽ ശംഖുമുഖം വരെയുള്ള കടൽ തീര സംരക്ഷണത്തിനായുള്ള ജിയോ ട്യൂബ് പദ്ധതി പൂർത്തിയായ ശേഷമേ റോഡ് നിർമ്മാണം നടത്താനാകൂ എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. റോഡ് തകർന്ന ഭാഗത്ത് കല്ലിട്ട് താൽക്കാലികമായെങ്കിലും ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ശംഖുമുഖം ആഭ്യന്തര എയർപോർട്ട് റോഡ് അടിയന്തരമായി പുനർനിർമ്മാണം നടത്തി ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്ന് UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെടുകയുണ്ടായി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തിരുവനന്തപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് കണ്ണാന്തുറ ടോണി നടത്തിയ ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KPCC വൈസ് പ്രസിഡന്റ് T ശരത് ചന്ദ്ര പ്രസാദ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് R ഓസ്റ്റിൻ ഗോമസ്, അഡോൾഫ് മൊറായിസ്, MA പത്മകുമാർ, സേവ്യർ ലോപ്പസ്, ലെഡ്ജർ ബാവ്, പൊഴിയൂർ ജോൺസൺ, ഹെൻറി വിൻസെന്റ്, കെന്നഡി ലൂയിസ്, ജെഫേഴ്സൺ എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.